ഇളയ ദളപതിയുടെ 50ാം പിറന്നാളാണ്. കഴിഞ്ഞ പിറന്നാളുകളിൽ ആരാധകർക്കായിരുന്നു ആവേശമെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. തമിഴ്നാട് വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം വരുന്ന ആദ്യ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ വിജയിയുടെ വാക്കുകൾ എന്തായിരിക്കുമെന്നും ചുവടുകൾ എങ്ങോട്ടായിരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് തമിഴകം. കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിറന്നാൾ ആഘോഷങ്ങൾ വിജയ് വിലക്കിയിട്ടുണ്ട്. പകരം ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കണമെന്നാണ് ആരാധകരോട് സൂപ്പർ താരത്തിൻ്റെ അഭ്യർത്ഥന. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ ആശ്രിതർക്ക് സഹായധനമോ മറ്റെന്തെങ്കിലും സഹായമോ വിജയ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ദുരിതബാധിതർക്ക് ആശ്വാസമായി വിജയ് വ്യാഴാഴ്ച എത്തിയിരുന്നു. അതിനു മുമ്പ് പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് പേജിലാണ് വിജയ് സർക്കാരിനെ വിമർശിച്ചത്. നടൻ വിജയുടെ അല്ല, പാർട്ടി അധ്യക്ഷൻ വിജയുടെ പ്രസ്താവന എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതിലൂടെ. കഴിഞ്ഞ വർഷവും സമാനമായൊരു ദുരന്തത്തിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. ഭരണസംവിധാനത്തിൻ്റെ അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. മദ്യദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തമിഴ്നാട് സർക്കാർ കർശന മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇങ്ങനെയായിരുന്നു കുറിപ്പ്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവേശനത്തിന് വിജയ് വ്യക്തമായ സൂചന നൽകിയത്. ഇത്തവണ 28-നും ജൂലൈ 3-നുമായാണ് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ്. ഈ ചടങ്ങുകളിൽ വിജയ് എന്തു പറയുമെന്നത് സസ്പെൻസാണ്. ആഘോഷങ്ങളില്ലെങ്കിലും പിറന്നാളുമായി ബന്ധപ്പെട്ട ക്ഷേമ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രങ്ങളിൽ ആരാധകർ പ്രത്യേക പൂജകൾ നടത്തും. ചെന്നൈയിലെ കസ്തൂർബാ ഗാന്ധി തായിസായി ഹെൽത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ ഇന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം നൽകാനുള്ള ക്രമീകരണം നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. രക്തദാനം, നേത്രദാനം, അന്നദാനം തുടങ്ങിയ പരിപാടികൾ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടക്കും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയാണ് തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി വിജയ് പ്രഖ്യാപിച്ചത്. ഏറ്റെടുത്ത സിനിമകളിലെ അഭിനയം കഴിഞ്ഞാൽ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം. 2026-ൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ് ലക്ഷ്യം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണച്ചില്ല. ഉടൻ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ വിജയുടെ പാർട്ടി മത്സരിക്കുന്നില്ല. കഴിഞ്ഞ തവണ വിജയ് ആരാധകർ ചില പ്രദേശങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു. പാർട്ടിയുടെ പേരിൽ വലിയൊരു സമ്മേളനമോ അതുപോലെ റാലികളോ ഇതുവരെ നടന്നിട്ടില്ല. അത് ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന. പുതിയ ചിത്രമായ ഗോട്ടിൻ്റെ റിലീസിന് ശേഷമാകും അത്തരം പരിപാടികൾ നടക്കാൻ സാധ്യത. രാഷ്ട്രീയത്തിലിറങ്ങാൻ പാകമായ ഊർജ്ജസ്വലമായ പ്രായത്തിലാണ് വിജയുടെ എൻട്രി. അണ്ണാ DMKയുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് കരുനീക്കം. MGRനും ജയലളിതയ്ക്കും ശേഷം മറ്റൊരു താരോദയം അണ്ണാ DMK അണികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നേതൃത്വം അമ്പേ പരാജയമാണെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ വ്യക്തമായത്. DMKക്കെതിരായ ഭരണവിരുദ്ധ വികാരം കൂടി ചേരുമ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വിജയുടെ തേരോട്ടം സുഗമമാകുമെന്നാണ് ആരാധകപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. അത് അത്ര ഈസി അല്ലെന്ന വാദവും ശക്തമാണ്. ഉലകനായകൻ കമലഹാസൻ രൂപീകരിച്ച മക്കൾ നീതിമയ്യം, ആ പാർട്ടി എല്ലാ സീറ്റിലും മത്സരിച്ച് ഒന്നിൽ പോലും ജയിക്കാനാകാതെ DMKയുടെ സഹായം തേടുന്ന കാലുപിടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മറ്റു പാർട്ടികളുമായി സഖ്യം രൂപീകരിച്ച് വിജയ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാധ്യതയുമുണ്ട്. DMDK, PMK, TMC പാർട്ടികൾ വിജയ് ക്ഷണിച്ചാൽ കൂടെ കൂടിയേക്കും. ഗോട്ട് എന്ന സിനിമയിൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിജയകാന്തിനെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ ആദ്യ നാളുകളിൽ വിജയെ പ്രോത്സാഹിപ്പിച്ച നടനായിരുന്നു വിജയകാന്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയകാന്ത് രൂപീകരിച്ച DMDK അണ്ണാ DMKയ്ക്കൊപ്പമായിരുന്നു. രാഷ്ട്രീയ പ്രവേശനത്തിന് മുഹൂർത്തം നിശ്ചയിച്ചതിന് ശേഷം മുന്നോട്ട് വച്ച കാൽ അവസാന നിമിഷം പിൻവലിച്ച രജനികാന്ത് ഉൾപ്പെടെയുള്ളവർ കൗതുകത്തോടെയാണ് വിജയുടെ അടുത്ത ചുവടുകൾ ശ്രദ്ധിക്കുന്നത്.